ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ചപ്പാത്തി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. പാക്കറ്റ് ചപ്പാത്തികൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്നത് കൊണ്ട് തന്നെ ഇപ്പോൾ വീട്ടിൽ ചപ്പാത്തി ഉണ്ടാക്കൽ കുറവായിരുന്നു. എങ്കിൽ പിന്നെ ഇന്ന് ഉണ്ടാക്കിയേക്കാം എന്ന് കരുതി ചൂടുവെള്ളം ഒഴിച്ചിട്ടാണ് കുഴയ്ക്കുന്നത്. ചൂടുവെള്ളം ഒഴിച്ച് ചപ്പാത്തി കുഴച്ചാൽ നല്ല സോഫ്റ്റ് ആയിരിക്കും. അതുപോലെ തന്നെ നെയ്യ് ചേർത്തേക്കാമെന്ന് കരുതി. ഈ നെയ്യ് ചേർത്ത് ചപ്പാത്തിക്ക് ഭയങ്കര ടേസ്റ്റാണ്, അതുപോലെ ഭയങ്കര സോഫ്റ്റുമാണ്. ഞാൻ ആർ സി സിയിൽ കുറേ നാൾ നിൽക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായി. അവിടെ വെച്ചിട്ട് ആർ സി സിയുടെ തൊട്ടടുത്തൊരു വെജിറ്റേറിയൻ ഹോട്ടലുണ്ടായിരുന്നു. അവിടെ നമ്മൾ കഴിക്കാൻ പോയപ്പോൾ ചപ്പാത്തിയും പനീർ ബട്ടർ മസാലയും കഴിച്ചു. അതിൻ്റെ ടേസ്റ്റ് എന്ന് വെച്ചാൽ നല്ല നെയ്യ് ചേർത്ത് ചൂടോടെ ചുട്ടെടുത്ത ചപ്പാത്തി, അതിൻ്റെ ടേസ്റ്റ് ഭയങ്കരതാണ്. അപ്പോൾ ആ ഓർമ്മയ്ക്കാണ് ഞാൻ നെയ്യ് ചേർത്ത് ചപ്പാത്തി ഉണ്ടാക്കുന്നത്. അപ്പോൾ ആർ സി സിയിൽ എന്തിനാണ് പോയതെന്ന് വെച്ചാൽ ബൈസ്റ്റാൻഡറായിട്ട് 1.5 മാസത്തോളം അവിടെ ഉണ്ടായിരുന്നു. ആ ടൈമിലാണ് ഈ പറഞ്ഞ ഹോട്ടലിൽ നിന്നും കഴിച്ചിട്ടുണ്ടായിരുന്നത്. ആർ സി സിയിലെ കാഴ്ചകളൊക്കെ ഇപ്പോഴും മനസ്സിൽ തങ്ങി നിൽക്കുന്നത് തന്നെയാണ്. ഒരിക്കലും മറക്കാൻ പറ്റുന്ന കാര്യങ്ങളല്ല. ഒരുപാട് നല്ല ഓർമ്മകളും അതിലുപരിയായി ഒരുപാട് നെഗറ്റീവ് മെമ്മറീസും എനിക്ക് അവിടെ നിന്ന് കിട്ടിയിട്ടുണ്ട്. നമ്മളൊക്കെ വിചാരിക്കുന്നൊരു കാര്യമുണ്ട്, ലോകത്തിലെല്ലാം പണമാണ്. പക്ഷേ എൻ്റെ ചിന്തകളെ മാറ്റിമറിച്ചിട്ടുള്ളൊരു കാര്യമാണ് ഞാൻ പറയുന്നത്. നിങ്ങൾക്ക് ജീവിതം പഠിക്കണമെങ്കിൽ നിങ്ങൾ ആർ സി സിയിൽ ക്യാൻസർ വാർഡുകളിലേക്ക് തന്നെ പോകണം. അവിടെ പലരുടെയും ജീവിതം കാണുമ്പോൾ നമുക്ക് പലതും പഠിക്കാൻ പറ്റും. അവിടെ ഞാൻ പണക്കെട്ടുകളോ സ്വർണ്ണക്കൂമ്പാരങ്ങളോ അല്ലെങ്കിൽ ഒരുപാട് തലക്കനമുള്ളവരോ വാശിയുള്ളവരോ ഒന്നും കണ്ടിട്ടില്ല. കുറേ പാവം പിടിച്ച മനുഷ്യർ സ്വന്തമായി ശ്വാസം എടുക്കാനും അതുപോലെ ഒരു തുള്ളി വെള്ളമെങ്കിലും ഇറക്കാനും ആഗ്രഹിക്കുന്ന പച്ചയായ ജീവിതം. പലരുടെയും ജീവിതം കാണുമ്പോൾ ഒരു പാഠപുസ്തകമായിട്ട് തോന്നാറുണ്ട്. എൻ്റെ ഭാവി, എൻ്റെ ഭാര്യ, എൻ്റെ മക്കൾ, എൻ്റെ കുടുംബം, എൻ്റെ പണം, എൻ്റെ വാഹനം, ഇങ്ങനെ പലതും പറഞ്ഞ് പല കാര്യങ്ങളിലും ഓടി നടക്കുന്ന പലർക്കും അവിടെ ചെല്ലുമ്പോൾ ഇതൊന്നുമല്ല ജീവിതം, നമ്മൾ കണ്ടതൊന്നുമല്ല ജീവിതം, അതിലും ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട് എന്ന് തോന്നും. അങ്ങനെയാണ് എനിക്ക് അവിടെ നിന്ന് കിട്ടിയ അനുഭവങ്ങൾ. പറഞ്ഞ് ചപ്പാത്തി പരത്തി കഴിഞ്ഞു. ഇനി ഇത് ചുട്ടെടുക്കാം. ഇതിനോട് കറിയായിട്ട് പനീർ ബട്ടർ മസാല തന്നെ ഉണ്ടാക്കാമെന്നാണ് വിചാരിച്ചത്. കുറച്ച് പനീറുണ്ടായിരുന്നു, അതെടുത്ത് ജസ്റ്റ് ഒന്ന് ബട്ടറിൽ ഇട്ടൊന്ന് റോസ്റ്റ് ചെയ്യാൻ നോക്കിയതാണ്. എന്നിട്ട് ജസ്റ്റ് റോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ പനീർ ബട്ടർ മസാല ഫിനിഷിങ് ആയിട്ടുണ്ട്. കുറച്ച് മല്ലിയിലയും കൂടി ഇട്ടു, നല്ലതുപോലെ തിളപ്പിച്ച് വെച്ചിട്ടുണ്ട്. നല്ലൊരു സ്മെല്ലാണ്. ഇത് കഴിക്കുമ്പോൾ എനിക്ക് ആ നൊസ്റ്റാൾജി ഓർമ്മ വരും. എന്തായാലും ഞാൻ നല്ല ആസ്വദിച്ച് തന്നെ കഴിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.